വഖഫ് ഭേദഗതി നിയമം 2025 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, അങ്ങനെ നിയമമാവുന്നു, അത് പ്രാബല്യത്തിൽ വരികയാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം ആ ബില്ലിന് ലഭിക്കുന്നു. രാഷ്ട്രപതിയുടെ ഒപ്പുവരുന്നതോടുകൂടി തന്നെ അത് നിയമമായി മാറും സ്വാഭാവികമായിട്ടും. അപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു നേരത്തെ ഉയർന്നു കേട്ടത്. എന്താണ് വിശദാംശങ്ങൾ? പ്രജിൻ, കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് ഈ ബില്ല് നിയമസഭയിലേക്ക് പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നതും പാർലമെന്റ് ഈ കഴിഞ്ഞ ഈ മാസം 4-ന് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കി. ആ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ രാഷ്ട്രപതി ആ ബില്ലിന് അംഗീകാരം നൽകുകയും ആ വഖഫ് ഭേദഗതി നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയമാണ് ഈ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭേദഗതികൾ ഉൾപ്പെടെയുള്ള പുതിയ നിയമമായിരിക്കും ഇനി മുതൽ പ്രാബല്യത്തിൽ വരിക. കടുത്ത വിമർശനങ്ങൾ ഈ ബില്ലിന്റെ അവതരണ വേളയിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഉയരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വരെ നിരവധി ഹർജികൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബഹുഭൂരിപക്ഷം ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. എന്തായാലും ആ ഹർജികളുടെ പരിഗണനയിലിരിക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇന്ന് തടസ്സ ഹർജി നൽകുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും അത്തരം സംഭവ വികാസങ്ങളുടെ പിന്നാലെയാണ് ഈ നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ വരുത്തിയ ഭേദഗതികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇനിയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. വഖഫ് കൗൺസിലടക്കമുള്ള മാറ്റങ്ങൾ അത് മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഭേദഗതിയാണ് നിയമത്തിൽ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം ഇനി പിന്തുടരേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ നിയമം വഖഫ് ഭേദഗതി നിയമമാണ് പ്രാബല്യത്തിൽ വന്നതായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.